പഹൽഗ്രാം ഭീകരാക്രമണം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇന്ന് ചർച്ച ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൗൺസിൽ യോഗം ചേരുന്നത്. ഇന്ത്യ പാക് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ റഷ്യ ഇടപെടണം എന്ന് മോസ്കോയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി ആവശ്യപ്പെട്ടു. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. 8 ഇടങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, റഫാൽ വിമാനങ്ങളടക്കം നിരത്തിക്കൊണ്ട് സർവ്വസജ്ജമായി ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുന്നല്ലോ. മോത്തി, തുടർച്ചയായി 11ാം ദിവസവും പാകിസ്ഥാൻ ഈ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി 8 ഇടങ്ങളിലാണ് ഈ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. അതായത് കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജോരി, മെന്ദാർ, നൌഷേര, സുന്ദർബാനി, അഖ്നൂർ എന്നിവിടങ്ങളിലാണ് ഈ പാകിസ്ഥാൻ ഈ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ വെടിവെപ്പിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ പല പോസ്റ്റുകൾക്കും കാര്യമായ കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ എല്ലാ തരത്തിലുള്ള തിരിച്ചടിക്കും സജ്ജമാണ് എന്ന വ്യോമസേനയും നാവികസേനയും സജ്ജമാണ് എന്ന കാര്യം പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്ന വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗും അതുപോലെ തന്നെ നാവികസേനാ മേധാവി അഡ്മിറൽ ത്രിപാഠിയും ഇക്കാര്യം, അതായത് വ്യോമസേനയും നാവികസേനയും ഈ എന്ത് തിരിച്ചടിക്കും സജ്ജമാണ് എന്നും സർക്കാരിൻ്റെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ആ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം, അല്ലെങ്കിൽ ആ തിരിച്ചടിക്ക് തങ്ങൾ തയ്യാറാണ് എന്ന കാര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ പടിഞ്ഞാറൻ മേഖലയിൽ കൂടുതൽ റാഫേൽ വിമാനങ്ങളെ ഈ വ്യോമസേന സജ്ജമാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ റാഫേൽ വിമാനങ്ങളിൽ പ്രധാനപ്പെട്ട സ്കാൾപ്പ്, അതുപോലെ തന്നെ മിറ്റോർ, ഹമ്മർ മിസൈലുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള റാഫേൽ വിമാനങ്ങളാണ് ഇപ്പോൾ അതിർത്തി മേഖലകളിൽ, അതായത് ഈ പടിഞ്ഞാറൻ മേഖലകളിൽ ഇന്ത്യൻ വ്യോമസേന സജ്ജമാക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു തിരിച്ചടിക്ക് വ്യോമസേന തയ്യാറാണ് എന്ന സൂചനകളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പടിഞ്ഞാറൻ മേഖലയിൽ കൂടുതൽ ഈ വിമാനങ്ങൾക്ക്, അതായത് ഏത് സമയവും ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനിടയിലാണ് ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ ഇടപെടണമെന്ന് റഷ്യയോട് ഇപ്പോൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന മോസ്കോയിലെ പാകിസ്ഥാൻ പ്രതിനിധിയാണ് ഇക്കാര്യം റഷ്യയോട് പാകിസ്ഥാൻ ആവശ്യപ്പെടുമ്പോഴും പ്രകോപനം ഇപ്പോഴും അതിർത്തിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണ് ഇടപെടുക? എത്രത്തോളം സർവ്വസജ്ജമായി ഇന്ത്യ നിൽക്കുന്നുവോ അത്രയും വലിയൊരു പ്രതിരോധം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതാണ് പാകിസ്ഥാന് എന്ന് തോന്നുന്നു. ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.